അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ഫിഖ്ഹുൽ ഇസ്ലാമിലെ 6ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. ഇതിനു മുമ്പുള്ള പാഠങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തു സാദിസ, 6ാമത്തെ പാഠം. ബിസ്മില്ലാഹി വാല മില്ലത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എല്ലാ രാത്രിയിലും പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടും. തുടർന്ന് അവർ മരണം, ഖിയാമത്ത് നാൾ, പരലോക ജീവിതം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യും. മരണത്തെ ഓർത്ത് അവർ കരയാറുമുണ്ടായിരുന്നു. മരണത്തെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കണം. തൗബ ചെയ്തും ഹക്കുകളും കടങ്ങളും വീട്ടിയും അതിനുവേണ്ടി തയ്യാറാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കൂ, എന്നാൽ മരണത്തെ ആഗ്രഹിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിഷമങ്ങളുടെ പേരിൽ ആരും മരണത്തെ കൊതിക്കരുത്. കഠിനമായ വിഷമമാണെങ്കിൽ അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി എന്ന് ദുആ ചെയ്യണം. ആത്മഹത്യ ചെയ്തവൻ അതേ രീതിയിൽ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മരണാസന്നനായ വ്യക്തിയെ കിബിലയ്ക്ക് നേരെ കിടത്തണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊടുക്കണം. അത് ഏറ്റുചൊല്ലാൻ നിർബന്ധിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മരണാസന്നരായവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊടുക്കുവിൻ. അവരുടെ അടുത്ത് വെച്ച് സൂറത്തു യാസീനും സൂറത്തു റഅദും ഓതണം. തണുത്ത വെള്ളം അല്പാൽപ്പം നൽകണം. മരണപ്പെട്ടാൽ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു കൊടുക്കണം. താടിയെല്ലുകളുടെ അടിയിലൂടെ ഒരു തുണിക്കഷ്ണം കൊണ്ട് മൂർദാവിലേക്ക് കെട്ടുകയും സന്ധികൾ മൃദുലമാക്കുകയും ചെയ്യണം. നേരിയ വസ്ത്രം കൊണ്ട് പുതച്ച ശേഷം ധരിച്ച വസ്ത്രം അഴിച്ചെടുക്കണം. എന്നാൽ ഷഹീദിന്റെ വസ്ത്രം അഴിച്ചെടുക്കരുത്. അല്പം ഭാരമുള്ള വല്ലതും വയറിനു മുകളിൽ വെക്കുകയും കിബിലയ്ക്ക് നേരെ കിടത്തുകയും വേണം. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുകൾ അടച്ചു കൊടുത്തു. മറ്റു കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിച്ച് ഇപ്രകാരം ദുആ ചെയ്തു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ആ ദുആ ആണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ വറഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖലുഫുഹു ഫി അഖബിഹി ഫിൽ ആബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫി ഖബരിഹി വനവ്വിർ ലഹു ഫീഹി. അപ്പോൾ ഈ ദുആ നിങ്ങൾ നന്നായി പഠിക്കുക. മയ്യത്തിൻ്റെ സമീപം ഖുർആൻ ഓതുകയും ഐഹിക സംസാരങ്ങൾ ഒഴിവാക്കുകയും വേണം. അൻസാറുകൾ മയ്യത്തിൻ്റെ അടുത്ത് വെച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. മരണപ്പെട്ട ഉടനെ അനന്തര സ്വത്തിൽ നിന്ന് അവൻ്റെ ബാധ്യതകളും കടങ്ങളും വീട്ടണം. വസീയത്തുകൾ നടപ്പിലാക്കണം. ശേഷം കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറമാടുക തുടങ്ങിയ സംസ്കരണ കർമ്മങ്ങൾ ചെയ്യണം. അവ ഫർള് കിഫായയാണ്. മരണപ്പെട്ട വ്യക്തിയുടെ ഏതെങ്കിലും അവയവം പിന്നീട് കിട്ടിയാലും ഇവയെല്ലാം നിർബന്ധമാണ്. എന്നാൽ ഷഹീദിനെ കുളിപ്പിക്കലും അവന് വേണ്ടി നിസ്കരിക്കലും ഹറാമാണ്. ജീവനില്ലാതെ ജനിച്ച കുട്ടിക്ക് മനുഷ്യരൂപമുണ്ടെങ്കിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യണം. മാംസപിണ്ഡമോ രക്തപിണ്ഡമോ ആണെങ്കിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് മറമാടിയാൽ മാത്രം മതി. മയ്യത്തിന്റെ ശരീരത്തിലെ നഖം, മുടി തുടങ്ങിയവ നീക്കൽ കറാഹത്താണ്. മയ്യത്തിനെ കമഴ്ത്തിക്കിടത്തലും ശരീരത്തിൽ മുറിവുണ്ടാക്കലും ഹറാമാണ്. ഗർഭസ്ഥ ശിശു ജീവിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ മയ്യത്തായ ഗർഭിണിയെ ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുക്കൽ നിർബന്ധമാണ്. മുങ്ങി മരിച്ചവരെയും കുളിപ്പിക്കൽ നിർബന്ധമാണ്. മയ്യത്ത് കരിഞ്ഞതുകൊണ്ടോ മറ്റോ കുളിപ്പിക്കാൻ പ്രയാസമായാൽ തയമ്മും ചെയ്തു കൊടുക്കണം. ബിസ്മി ചൊല്ലി കുളിപ്പിക്കാനെടുക്കുകയും തസ്ബീഹ് ചൊല്ലി കുളിപ്പിക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരികയും വേണം. നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി കുളിപ്പിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യൽ സുന്നത്താണ്. മയ്യത്തിന്റെ ഔറത്ത് നോക്കലും തൊടലും ഹറാമാണ്. കയ്യുറയോ മറ്റോ ധരിച്ചാണ് മയ്യത്തിന്റെ ശരീരഭാഗങ്ങൾ കഴുകേണ്ടത്. ചുറ്റുഭാഗവും മറച്ച സ്ഥലത്ത് കട്ടിലിൽ വെച്ചാണ് കുളിപ്പിക്കേണ്ടത്. കുളിപ്പിക്കുന്നവനും
വലിയും സഹായിക്കുന്നവരും മാത്രമേ അവിടെ പ്രവേശിക്കാവൂ. മയ്യിത്ത് പുരുഷനാണെങ്കിൽ പുരുഷനും സ്ത്രീയാണെങ്കിൽ സ്ത്രീയുമാണ് കുളിപ്പിക്കേണ്ടത്. എന്നാൽ ഭാര്യയ്ക്ക് ഭർത്താവിനെയും തിരിച്ചും കുളിപ്പിക്കാം. 3 തവണ വെള്ളമൊഴിച്ച് കഴുകണം. ഓരോ തവണയിലും വെള്ളത്തിൽ കർപ്പൂരം ചേർക്കണം. എന്നാൽ ഇഹ്റാമിൽ മരണപ്പെട്ടാൽ ശരീരത്തിലോ വെള്ളത്തിലോ കഫൻ പുടവയിലോ കർപ്പൂരമോ മറ്റു സുഗന്ധങ്ങളോ ഉപയോഗിക്കരുത്. കുളിപ്പിച്ച് കഴിഞ്ഞ ശേഷം സന്ധികൾ മൃദുലപ്പെടുത്തുകയും തോർത്തുകയും വേണം. കുളിപ്പിക്കുന്ന സമയത്ത് കണ്ട നല്ല കാര്യങ്ങൾ പറയുകയും ചീത്ത കാര്യങ്ങൾ മറച്ചു വെക്കുകയും വേണം. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ നമ്മൾ മരണാസന്നരായവരുടെ അടുത്ത് പോയാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവർ മരണപ്പെട്ടാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. നിങ്ങൾ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നുക്കമ്മിൽ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ഡേഷ് ഓർക്കുന്നതിനെ വർദ്ധിപ്പിക്കണം. അവിടെ പൂരിപ്പിക്കേണ്ടത് മരണത്തെ. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നതിനെ വർദ്ധിപ്പിക്കണം. 2. മരണാസന്നരുടെ അടുത്ത് വെച്ച് ഡേഷ് സൂറത്ത് ഓതണം. അവിടെ പൂരിപ്പിക്കേണ്ടത് യാസീൻ. മരണാസന്നരുടെ അടുത്ത് വെച്ച് യാസീൻ സൂറത്ത് ഓതണം. 3. മയ്യത്തിന്റെ സമീപം ഡേഷും സൂറത്തു റഅദും പാരായണം ചെയ്യണം. അവിടെ പൂരിപ്പിക്കേണ്ടത് സൂറത്തു യാസീൻ. മയ്യത്തിന്റെ സമീപം സൂറത്തു യാസീനും സൂറത്തു റഅദും പാരായണം ചെയ്യണം. 4. മരണാസന്നനായ വ്യക്തിയെ ഡേഷുക്ക് നേരെ കിടത്തണം. അവിടെ പൂരിപ്പിക്കേണ്ടത് കിബിലയ്ക്ക്. മരണാസന്നനായ വ്യക്തിയെ കിബിലയ്ക്ക് നേരെ കിടത്തണം. 5. മയ്യത്തിന്റെ ശരീരത്തിലെ ഡേഷ് എന്നിവ നീക്കൽ കറാഹത്താണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് നഖം, മുടി. മയ്യത്തിന്റെ ശരീരത്തിലെ നഖം, മുടി എന്നിവ നീക്കൽ കറാഹത്താണ്. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നസിൽ, ചേരുംപടി ചേർക്കാനുള്ളതാണ്. 1. മയ്യത്തിനെ കുളിപ്പിക്കൽ. 2. ഷഹീദിനെ കുളിപ്പിക്കൽ. 3. ഭർത്താവ് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കൽ. 4. മുങ്ങി മരിച്ചവനെ കുളിപ്പിക്കൽ. ഇപ്പുറത്ത് നമുക്ക് അതിന്റെ ഹുക്കുമുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും ശരിയായ ഹുക്കുമിന്റെ നേരെയുള്ള ലെറ്ററാണ് നമ്മൾ ആ ബോക്സിൽ എഴുതേണ്ടത്. നോക്കൂ. എ ഹറാം, ബി വാജിബ്, സി ജായിസ്, ഡി ഫർള് കിഫായ. നമുക്ക് ഓരോന്നും യോജിപ്പിക്കാം. നോക്കൂ. 1. മയ്യത്തിനെ കുളിപ്പിക്കൽ. അതിന് ശരിയായത് ഡി ഫർള് കിഫായ. 2. ഷഹീദിനെ കുളിപ്പിക്കൽ. അതിന് ശരിയായത് എ ഹറാം. 3. ഭർത്താവ് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കൽ. അതിന് ശരിയായത് സി ജായിസ്. 4. മുങ്ങി മരിച്ചവനെ കുളിപ്പിക്കൽ. അതിന് ശരിയായത് ബി വാജിബ്. ഡി എ സി ബി. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1. കഠിന രോഗം കൊണ്ട് വിഷമിക്കുന്നവൻ ദുആ ചെയ്യണം. എന്ത്? ഉത്തരം അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. 2. മയ്യത്തിന്റെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ എന്ത് ചൊല്ലണം? ഉത്തരം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ചോദ്യം, ജീവനില്ലാതെ ജനിച്ച കുട്ടിക്ക് മനുഷ്യരൂപമില്ലെങ്കിൽ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണം? ഉത്തരം ഒരു തുണിയിൽ പൊതിഞ്ഞ് മറമാടിയാൽ മാത്രം മതി. 4. ഒരാൾ മരണപ്പെട്ടാൽ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? അതിന്റെ ഉത്തരം നോക്കൂ. മരണപ്പെട്ടാൽ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു കൊടുക്കണം. താടിയെല്ലുകളുടെ അടിയിലൂടെ ഒരു തുണിക്കഷ്ണം കൊണ്ട് മൂർധാവിലേക്ക് കെട്ടുകയും സന്ധികൾ മൃദുലമാക്കുകയും ചെയ്യണം. നേരിയ വസ്ത്രം കൊണ്ട് പുതച്ച ശേഷം ധരിച്ച വസ്ത്രം അഴിച്ചെടുക്കണം. എന്നാൽ ഷഹീദിന്റെ വസ്ത്രം അഴിച്ചെടുക്കരുത്. അല്പം ഭാരമുള്ള വല്ലതും വയറിനു മുകളിൽ വെക്കുകയും കിബിലയ്ക്ക് നേരെ കിടത്തുകയും വേണം. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. മരണവീട് സന്ദർശിച്ചവർ അവരുടെ അനുഭവങ്ങൾ വിവരിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനുഭവങ്ങൾ വിവരിക്കുക. മരണവീട് സന്ദർശിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ അനുഭവത്തിൽ എഴുതാവുന്നതാണ്. തഹ്സീസ്, അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. മയ്യത്ത് കുളിപ്പിക്കേണ്ട രൂപം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ക്ലാസ് റൂമിൽ ചെയ്ത് കാണിക്കുക. അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് കാണിക്കേണ്ട വർക്കാണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊന്ന് നമുക്കിവിടെ നോക്കാം. ആദ്യമായി മയ്യത്തിന്റെ തലയും താടിയും സോപ്പ്, താളി എന്നിവ കൂട്ടിക്കഴുകണം. പിന്നെ അവ രണ്ടിന്റെയും മുടികൾ ജട കുത്തിയിട്ടുണ്ടെങ്കിൽ പല്ലുകൾ അകന്ന ചീർപ്പ് കൊണ്ട് വാരണം. പിന്നെ മയ്യത്തിന്റെ കഴുത്തു മുതൽ
കാലുവരെ ആദ്യം വലതുഭാഗവും പിന്നെ ഇടതുഭാഗവും സോപ്പ്, താളി ഉപയോഗിച്ച് കഴുകുക. പിന്നെ ശുദ്ധജലം കൊണ്ട് താളി പോലുള്ളതിനെ നീക്കണം. ഇത് ശുദ്ധിയാവുന്നത് വരെ തുടരലും ഒറ്റയായി നിർത്തലും നല്ലതാണ്. ശേഷം നിറവ്യത്യാസം ഇല്ലാതെ കർപ്പൂരം ചേർത്ത് ദേഹം മുഴുവൻ 3 പ്രാവശ്യം കഴുകണം. ഈ 3-ൽ ആദ്യത്തേതിൽ വാജിബും ബാക്കിയുള്ളവയിൽ സുന്നത്തും വീടുന്നതാണ്. കുളിപ്പിക്കുന്ന ആളും അതിനെ സഹായിക്കുന്നവരും മയ്യിത്തിന്റെ വലിയും അല്ലാതെ മറ്റാരും കുളിപ്പുരയിൽ പ്രവേശിക്കരുത്. കുളിപ്പിക്കുന്നവരുടെ എണ്ണം ഇരട്ടിയാവുന്നതും അവർ 4 പേരിൽ കുറവാകുന്നതും സുന്നത്താണ്. അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.